ഹായ്, ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ മന്തിയുടെ റെസിപ്പി ഇട്ടിരുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സൈഡ് ഡിഷ് ആയിട്ടുള്ള ഒരു തക്കാളി സോസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡായിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാ അറബിക് റൈസിൻ്റെ കൂടെയും സൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോസാണ്. അതിന് വേണ്ടിയിട്ട് വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു സവാളയുടെ പകുതിയും ഒരു പച്ചമുളകായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ ഒരു പിടി മല്ലിയില കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിതെല്ലാം ഒരു ചോപ്പറിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാലിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താലും മതി. പക്ഷേ ചോപ്പറിൽ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നില്ലാറെ എനിക്കിഷ്ടം ഇതുപോലെ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ചെറിയ ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമുക്ക് ചോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ചോപ്പിൽ ചെയ്തെടുക്കുമ്പോൾ ഉള്ള ചില ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ രീതിയിലായിരിക്കില്ലേ കിട്ടുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോപ്പിലിട്ടിട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വിനാഗിരിയും ചേർത്ത് കൊടുക്കുക. നമ്മുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു തക്കാളി സോസ് റെഡി കേട്ടോ. ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ എല്ലാവരും ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തോന്ന് മാത്രം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്